സാമ്പാറിന്റെ കഷ്ണങ്ങളൊന്നും ചേർക്കാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഉള്ളി സാമ്പാർ തയ്യാറാക്കി നോക്കിയാലോ. കുക്കറിലോട്ട് ഞാൻ ആദ്യം കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പരിപ്പൊക്കെ പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു വറ്റൽമുളകും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. ചട്ടി ചൂടായതിനു ശേഷം അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് നെടുകെ കീറിയത് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ചെറിയുള്ളിയാണ്. 1 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചട്ടിയിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1 തക്കാളി അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാടിയതിനു ശേഷം നമുക്ക് ഇതിലോട്ട് കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ശർക്കര രാഗിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ടുള്ള വറവ് തയ്യാറാക്കിയെടുക്കാം. പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക്, നല്ല ജീരകം, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളി സാമ്പാറിലോട്ട് നമുക്ക് വറവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.